എന്നെ എപ്പോൾ കണ്ടാലും ശാലിനി മാഡത്തിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അല്ലേ, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മനസ്സിൽ മാഡം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ഒന്ന് വിളിച്ചറിയിച്ചോട്ടെ, ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുത്തത്. വിഷ്ണുവശന് ഭയങ്കര സന്തോഷവും. ആശാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അത്. കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് വിഷ്ണുവേട്ടാ. ഒന്ന് കാണാൻ കണ്ണ് കഴിക്കുക, നെഞ്ച് വിങ്ങുക. പക്ഷേ കാർ നിർത്ത്. ഈ ആരതിയിൽ കൈവച്ച് സത്യം ചെയ്യും, ജീവിതത്തിൽ ഇനി ഒരിക്കലും ശാലിനിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന്. സത്യം ചെയ്തില്ലെങ്കിൽ ഈ അമ്മയുടെ ചാവം കാണേണ്ടി വരും നിനക്ക്. എന്തിനാ കാറിന് അർത്ഥം പറഞ്ഞത്? അത് രാമേട്ടന് കാറ് നന്നാക്കാൻ അറിയോ? ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു മെക്കാനിക്കായിരുന്നു മോളെ. ഒരു കാർ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. എങ്കിൽ അയാളെ ഒന്ന് സഹായിക്കാവോ? കുറെ നേരമായിട്ട് കഷ്ടപ്പെടുകയാണെന്ന് തോന്നുന്നു. അതിനെന്താ, ഞാൻ സഹായിക്കാമല്ലോ. ഞാൻ സഹായിക്കണോ മോനെ? അത്യാവശ്യം കാർ മെക്കാനിക്സ് ഒക്കെ എനിക്കറിയാം. എന്നാലൊന്ന് നോക്കാവോ? വണ്ടി പെട്ടെന്നങ്ങ് ഓഫായി പോയി. എന്താണെന്നറിയില്ല, നോക്കട്ടെ. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് നന്ദി. താങ്ക്സ് എനിക്കല്ല, ആ മേഡത്തോടാ പറയേണ്ടത്. മേഡോ? ആ മേഡോ കാർ നിർത്തിച്ച് മോനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ മേഡോ, പക്ഷെ എനിക്ക് മോളെപ്പോലെ. എന്നാ ഞാൻ നേരിട്ട് കണ്ടൊരു നന്ദി പറഞ്ഞേക്കാം. ആയിക്കോട്ടെ.
ഈശ്വര, വിഷ്ണുവേട്ടൻ ഇപ്പൊ എന്നെ കാണുമല്ലോ. ഹലോ, ഈ വണ്ടി നിങ്ങളുടെയാണോ? ആ. പെട്ടെന്ന് ഇതെടുത്ത് മാറ്റണം, ഇതുവഴി ഗവർണർ വരുന്നുണ്ട്. ആ. ഓ, രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ്. രമേട്ടാ, നമുക്ക് പോവാം. ആ. അയ്യോ, പോയോ? ഒരു നന്ദി വാക്ക് പോലും പറയാനായില്ലല്ലോ. എന്നാലും ആരായിരിക്കും കാറ് നിർത്തി എന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ച മേഡം? രാമേട്ടാ, എന്താ? നമുക്കൊന്ന് തിരിച്ചു പോണം. ശരി. വിഷ്ണുവേട്ടാ, കൺമുന്നിൽ വരാൻ പറ്റിയില്ലെങ്കിലും വിഷ്ണുവേട്ടൻ്റെ ഓർമ്മകൾ ഞാൻ ഈ ഗന്ധത്തിനൊപ്പം കൊണ്ടുപോകുന്നു. എവിടെയാണോ ഇയാള്? വർഷാറ് കഴിഞ്ഞു. എന്റെ കാഴ്ചവട്ടത്തിൽ നിന്ന്, എന്റെ കാതോരത്തിൽ നിന്ന് ഇങ്ങോട്ടാണോ ഇയാൾ പറന്നുപോയേ? സത്യം ചെയ്തില്ലെങ്കിൽ ഈ അമ്മയുടെ ചാവം കാണേണ്ടി വരും നിനക്ക്.
ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ. ആളിപ്പോ എവിടെയാ? അറിയില്ല. എപ്പോ വരും? അതും അറിയില്ല. പപ്പിമോൾക്ക് എപ്പോഴാ ആളെ ഒന്ന് കാണാൻ കഴിയാ? ആള് വന്നാൽ ഉടനെ പപ്പിമോളെ കാണിച്ചു തരാം കേട്ടോ. വിഷ്ണുവച്ചൻ വിഷമിക്കണ്ട കേട്ടോ, ഉടനെ വരും ആള്. ഉമ്മ നല്ല കൊലുസ് അല്ലേ വിഷ്ണുവച്ച? അമ്മേ, അമ്മ കരയാണോ? ഇല്ല മോളെ. അയ്യേ, അമ്മ എന്തായി കാട്ടുന്നേ? കണ്ണീരൊപ്പാനല്ലേ കൈലേസ്? അതെ മോളെ, ഈ കൈലീസ തന്നെയാ എന്റെ കണ്ണീരൊപ്പേണ്ടത്. എന്തിനാ അമ്മ കരയുന്നേ? സങ്കടം കൊണ്ടല്ല, ചിലപ്പോ നമ്മള് സന്തോഷം വന്നാലും കരയില്ലേ? അമ്മക്കിപ്പോ സന്തോഷാ? എന്താ അമ്മ കാര്യം? അമ്മയ്ക്ക് എല്ലാരെയും തിരിച്ചു കിട്ടിയില്ലേ? അച്ഛനെയും അമ്മയും ചേച്ചിയും എല്ലാം. പക്ഷേ എന്റെ അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ വരും മോളെ. എപ്പോ? ഉടനെ. എന്താ ശാന്തേ മോക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്നേ? നമ്മുടെ കുടുംബശ്രീയിലുണ്ടാക്കിയ ചോറും കറികളും ഒക്കെ തന്നെയാ. സ്പെഷ്യലായിട്ട് പച്ചമാങ്ങ രസം. ഇടനേരത്ത് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ തേൻവരിക്ക ചക്ക പൊള്ളിച്ചത്. വരിക്കച്ചക്ക പൊള്ളിച്ചതോ? ആ, കുടുംബശ്രീക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. നിന്റെ ഈ വരിക്കച്ചക്കയും പച്ചമാങ്ങയൊക്കെ പുറത്ത് വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാവോ ശാന്തേ? പഞ്ചാബിലും ഒറീസയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയി വളർന്ന കുട്ടിയാ. മോക്കതൊക്കെ ഇഷ്ടാവോ ആവോ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമാ. അവളത് വലിച്ചൊരു ഏറ് കൊടുത്തിട്ട് വിശന്നവിടെ ഇരുന്നെന്നിരിക്കും. ഇന്നൊരു ദിവസമെങ്കിലും പുറത്തുനിന്ന് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വരുത്തായിരുന്നു. അയ്യോ, ക്ഷമിക്കണം. സത്യമോളുടെ ഇഷ്ടം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ജില്ലാ കളക്ടറുടെ മോളല്ലേ അവള്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കണം അവരുടെയൊക്കെ ജീവിത രീതിയും ഭക്ഷണക്രമവും ഒക്കെ. നിനക്കിതേപ്പറ്റിയൊക്കെ എന്തറിയാം ശാന്തേ? ശാലിനിമോളെ, മോക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വരുത്തട്ടെ. ദേ, ഇപ്പൊ ഓർഡർ ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ എത്തും. സ്കൂളിലെത്താൻ വൈകുമല്ലോ ശാന്തേച്ചി, ഇന്നവളുടെ ഫസ്റ്റ് ഡേ അല്ലേ? എങ്കിൽ പോകുന്ന വഴിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും മോളെ. പുറത്തുനിന്ന് എന്ത് വാങ്ങാനാച്ചാ? സത്യമോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. പിസ്സയോ ബർഗറോ ന്യൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇനി ഇങ്ങനെ ഉണ്ടാവരുത് ശാന്തേച്ചി. ഇല്ല മോളെ, ഇനി സത്യമോളോട് ചോദിച്ചിട്ടേ മോക്കുള്ളത് എന്തും ഉണ്ടാക്കൂ. സത്യയോട് ചോദിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. സത്യയോട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് സത്യ കഴിക്കണം. മോളെ, അച്ഛാ, സത്യ കളക്ടറുടെ മോളല്ല, ശാലിനിയുടെയാ. സത്യയുടെ അമ്മ, അതായത് കളക്ടർ, എല്ലാ ഭക്ഷണവും കഴിക്കും. അതുപോലെ ആയിരിക്കണം അവളും വളരേണ്ടത്. പുതിയ കുട്ടികളൊക്കെ അങ്ങനെയാണോ മോളെ? പുതിയ കുട്ടികളൊക്കെ പിന്നെ എങ്ങനെയാച്ചാ? നൂഡിൽസും ഷവർമയൊക്കെ വേണമെന്ന് പറഞ്ഞാണോ അവര് കരയുന്നത്? അവരുടെ അച്ഛനമ്മമാരൊക്കെ അത് കൊടുത്ത് ശീലിപ്പിക്കുന്നതല്ലേ. അവർക്ക് ഇതായിരിക്കും ഇഷ്ടമെന്ന് അച്ഛനമ്മമാര് മുൻകൂറങ്ങ് വിധി എഴുതും.
അതല്ലെങ്കിൽ മറ്റു കുട്ടികളൊക്കെ അത് കഴിക്കുമ്പോ നമ്മുടെ കുട്ടികളും അത് കഴിക്കണമെന്ന പൊങ്ങച്ചം. പിന്നെ ഭക്ഷണ രീതിയിൽ സ്വന്തം കുട്ടികൾക്ക് മുന്നിൽ ഒരു അടിമത്ത മനോഭാവം ആവും അച്ഛനമ്മമാർക്ക്. കുടുംബശ്രീയുടെ പരിസരത്തുള്ള ചക്കയും കപ്പയും മാങ്ങയും ഒക്കെ കഴിച്ചാ ഞാൻ വളർന്നത്. എന്റെ ബുദ്ധിക്കോ ശക്തിക്കോ ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒറീസയിലും പഞ്ചാബിലും ഒക്കെ കഴിയുമ്പോ അവിടുത്തെ ആഹാരം എന്തോ അത്. നക്സലേറ്റ് ഏരിയയിലൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ക്യാമ്പ് ചെയ്യുമ്പോ തീവ്രവാദ ഭീഷണി മൂലം പുറത്തിറങ്ങാൻ പറ്റാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെ തന്നെ ശീലിക്കണം എന്റെ മകളും. കുരുത്തത് തീയിലാണെങ്കിൽ വെയിലത്ത് വാടില്ല. ശരി, നിന്റെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ. സത്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായി ഒന്നും ഉണ്ടാക്കണ്ട ശാന്തേച്ചി. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാ മോളെ. സത്യമോൾക്കുള്ളതിൽ അല്പം എരിവ് കുറച്ചിട്ടുണ്ടെന്ന് മാത്രം. നാളെ മുതൽ അതും വേണ്ട. എരിവും പുളിയൊക്കെ ചെറുപ്പത്തിലെ കഴിച്ച് ശീലിക്കണ്ടേ കുട്ടികള്? അല്ല, അവളെവിടെ? സ്കൂളിൽ പോവാൻ വേണ്ടി വലിയ ഉത്സാഹത്തിലായിരുന്നു. സത്യേ, സത്യമോളെ, സത്യേ. സത്യ സത്യ സത്യ. എന്താ അമ്മ ഇത്? എപ്പോഴും വിളിക്കും സത്യേ സത്യേന്ന്. എന്നാ ശരിക്കുള്ള സത്യ കാണിച്ചു തരാൻ പറഞ്ഞ അത് ചെയ്യില്ല. ഓ, അതാണോ? അത് തന്നെയാ. എനിക്കെന്തിനാ സത്യാന്ന് പേരിട്ടത്? കേൾക്കുന്നവർ വിചാരിക്കും സദ്യ ഉണ്ണാൻ വിളിക്കുന്നയാന്ന്. മോളെ, അതിനൊരു കാരണമുണ്ട്. അതേ മോളെ, മോളുടെ അച്ഛമ്മയുടെ പേരല്ലേ സത്യ? അമ്മയ്ക്ക് അച്ഛമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാ മോൾക്ക് സത്യ എന്ന് പേരിട്ടത്. എന്നാ എന്റെ അച്ഛമ്മ എനിക്ക് കാണിച്ചാ? കാണിച്ചു തരാം മോളെ. ഇത് തന്നെയല്ലേ എപ്പോഴും എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്? നോക്ക്, ഇപ്പൊ അമ്മയുടെ അമ്മയും അച്ഛനെയൊക്കെ കണ്ടില്ലേ മോള്? ഇതുപോലെ ഒരു ദിവസം അച്ഛമ്മയും കാണാം. അച്ഛനെ